മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം, ലത്തീൻ സഭ സീറോ മലബാർ സഭയെയും സീറോ മലബാർ സഭ ലത്തീൻ സഭയെയും പരസ്പരം പഴിചാരുകയും തെറി വിളിക്കുകയും ചെയ്യുന്നത് നിർത്തണം എന്നാണ്. അപ്പോ പരിശുദ്ധ കത്തോലിക്ക സഭ ഇപ്പോൾ എന്തുകൊണ്ട് ഈ സീറോ മലബാർ സഭയുടെ ഈ ആരാധനാക്രമത്തെ വളരെ വിശുദ്ധിയോടുകൂടി സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെടാനുള്ള കാരണം എന്താണ്? ലത്തീൻ സഭ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ടോ? അത് മുഴുവനും ഊട്ടുമുറിയുടെ ഒരു പതിപ്പാണ്. എന്നാൽ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ കാണാം. ആ വിശുദ്ധ കുർബാന നടത്തുന്നത് കർത്താവിന്റെ കബറിടത്തിലാണ്. എന്റെ സഹോദരനെ കുരിശ് വരയ്ക്കാൻ അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, കളിയാക്കാണോ എന്ന് ചോദിച്ചു. എന്നാ കുരിശ് വരയ്ക്കാൻ പറഞ്ഞു. അപ്പൊ ആളോടും തന്നെ പറഞ്ഞു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ഞാൻ പറഞ്ഞു, അല്ല, സ്നേഹമുള്ളവരെ, ഈ വർഷത്തെ വിശുദ്ധ തോമസ് ലീഹായുടെ ദുഃഖാന തിരുനാളിൻ്റെ ദിനത്തിലേക്ക് നാം അടുക്കുകയാണ്. ഏവർക്കും ആദ്യമേ തന്നെ ദുഃഖാന തിരുനാളിൻ്റെ ആശംസകൾ മുൻകൂട്ടി തന്നെ നേരുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ തോമസ് ലീഹായുടെ ഭാരത പ്രവേശനവും സഭാസ്ഥാപനവും അതിൻ്റെ തുടർച്ചയായി നിലനിൽക്കുന്ന സീറോ മലബാർ സഭയുടെ അസ്തിത്വവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യാനാണ് ഞാൻ ഈ എപ്പിസോഡിൽ ശ്രമിക്കുന്നത്. സീറോ മലബാർ സഭ ലോകത്തിലെ 24 വ്യക്തിസഭകളിൽ ഒരു പ്രമുഖമായ സഭയാണ്. ഈ നമ്മുടെ സഭയുടെ തലവനും പിതാവുമാണ് മേജർ ആർച്ച് ബിഷപ്പായിരിക്കുന്ന മാർ റാഫേൽ തട്ട്. അങ്ങനെ ഒരു വ്യക്തിസഭയായിട്ട് സീറോ മലബാർ സഭയെ അംഗീകരിക്കാനായി അടിസ്ഥാനപരമായി 4 ഗുണങ്ങൾ ഈ സഭയ്ക്കുണ്ടാകണം എന്നാണ് കത്തോലിക്ക സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത്. ഈ 4 ഗുണങ്ങളിൽ ആദ്യത്തേത് അതിൻ്റെ അപ്പസ്തോലിക പാരമ്പര്യമാണ്. വിശുദ്ധ തോമസ് ലീഹായുടെ കൈവെപ്പ് വഴി രൂപീകൃതമായിട്ടുള്ള ഒരു സഭയുടെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. അങ്ങനെ ആയിരുന്നാൽ മാത്രമേ നമ്മുടെ ആദ്യത്തെ ഒരു വ്യക്തിസഭയുടെ ഒരു ഗുണങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അതാണ് പരിശുദ്ധ കത്തോലിക്ക തിരുസഭ സീറോ മലബാർ സഭയെ ഒരു വ്യക്തിസഭയായി അംഗീകരിക്കാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, അതിൻ്റെ ഗുണമുണ്ടായിരിക്കേണ്ടത് അതിന് വ്യക്തമായ മറ്റുള്ള സഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആധ്യാത്മിക പാരമ്പര്യം അത് നമുക്കുണ്ടായിരിക്കണം. മൂന്നാമതായി നമ്മുടേതായ ഒരു ശിക്ഷണക്രമം എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമായിട്ട് നമുക്കുണ്ടാകണം. നാലാമതായി നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു ആരാധനാക്രമം നമുക്കുണ്ടായിരിക്കണം എന്നതാണ് നാലാമത്തെ സവിശേഷതയായി ഒരു വ്യക്തിസഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണം. പ്രിയമുള്ളവരെ, ആദ്യത്തെ 3 കാര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. പക്ഷേ എന്താണ് ആരാധനാക്രമത്തിൽ മറ്റു സഭകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സീറോ മലബാർ സഭയ്ക്കുള്ളത് എന്ന് പലർക്കും അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരിശ്രമത്തിന് മുതിരുന്നത്. ആദ്യമേ തന്നെ മനസ്സിലാക്കണം, ഇപ്പോൾ സീറോ മലബാർ സഭ അംഗീകരിച്ചിട്ടുള്ള വിശുദ്ധ കുർബാനയുടെ തക്സ തോമസ് ലീഹായുടെ ശിഷ്യന്മാരായിരുന്ന മാർ മാറി, മാർ അദ്ദായി എന്നിവർ രൂപപ്പെടുത്തിയിട്ടുള്ള ആരാധനാക്രമമാണ് ഇന്നും നാം സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും ഐക്യകണ്ഠേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആകെയുള്ള എറണാകുളം രൂപതയിലുള്ള വ്യത്യാസം റുബ്രിക്സിൽ ഉള്ള മാറ്റം മാത്രമാണ്. അപ്പം എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള മാർ മാറി, മാർ അദ്ദായി, ഇവരെക്കുറിച്ച് സഭാ പാരമ്പര്യം പറയുന്നത് യേശു തൻ്റെ 12 അപ്പസ്തോലന്മാരെ കൂടാതെ വേറെയും ശിഷ്യന്മാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള 72 ശിഷ്യന്മാരിൽ പെട്ടവരാണ് മാർ മാറി. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മാർ അദ്ദായി. അങ്ങനെയാണ് തോമസ് ലീഹായുടെ സമകാലികരായിരുന്ന, ആ തോമസ് ലീഹായുടെ ഒപ്പം സഞ്ചരിച്ചിരുന്ന
ശിഷ്യന്മാരാണ് അത് രൂപപ്പെടുത്തിയത് എന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ മാർത്തോമാ ശ്ലീഹായുടെ ലിറ്റർജി എന്ന് പറയുന്നത്. അപ്പം മാർത്തോമാ ശ്ലീഹ രൂപീകൃതമായ ഒരു ലിറ്റർജി കിഴക്കൻ ഓറിയന്റൽ പാരമ്പര്യങ്ങളിൽ നിലനിൽക്കുന്നു. മറ്റു പല വിശുദ്ധന്മാരുടെയും ആരാധനാക്രമങ്ങളുണ്ട്. തിയഡോറിൻ്റെ ആരാധനാക്രമമുണ്ട്, നെസ്തോറിയസിൻ്റെ ആരാധനാക്രമമുണ്ട്. എങ്കിലും നാം പൊതുവായി ഉപയോഗിക്കുന്നത് മാർ മാറി, മാർ അദ്ദായി എന്നീ ശിഷ്യന്മാരുടെ കുർബാനാക്രമമാണ്. അവർ തോമസ് ലീഹയുടെ സമകാലികരായിരുന്നു. അവർ തോമസ് ലീഹയോടൊപ്പം സഞ്ചരിച്ചിരുന്നവരായിരുന്നു. അവരുടെ ആരാധനാക്രമം രൂപപ്പെടുത്തിയത് തോമസ് ലീഹയുടെ കൂടെ നടന്ന അവരായതുകൊണ്ടാണ് അതിനെ മാർത്തോമ ശ്ലീഹായുടെ ആരാധനാക്രമം എന്ന് അറിയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഈ ആരാധനാക്രമം ഈ സിനഡാലിറ്റിയെ കുറിച്ചുള്ള അന്തിമ ഡോക്യുമെന്റിൽ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം, ലത്തീൻ സഭ സീറോ മലബാർ സഭയെയും സീറോ മലബാർ സഭ ലത്തീൻ സഭയെയും പരസ്പരം പഴിചാരുകയും തെറി വിളിക്കുകയും ചെയ്യുന്നത് നിർത്തണം എന്നാണ്. ഇങ്ങനെ രണ്ട് സഭകളുടെ പേരെടുത്ത് പറഞ്ഞിട്ടല്ല, വ്യക്തിസഭകളും മറ്റു സഭകളുമായി തർക്കമുണ്ടാകരുത് എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ തോമസ് ലീഹയുടെ തിരുനാളിനെങ്കിലും നമ്മളൊരു തീരുമാനം എടുക്കണം. ഇനി മുതൽ മരണം വരെ ഞാൻ ഒരു കാരണവശാലും സീറോ മലബാർ സഭാംഗം എന്നുള്ള നിലയിൽ ലത്തീൻ സഭയുടെ ഒരു കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഐഡന്റിറ്റി വെളിവാക്കാൻ ശ്രമിക്കില്ല എന്ന ഒരു തീരുമാനം എടുക്കേണ്ടത് സിനഡാലിറ്റിയെ കുറിച്ചുള്ള പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഡോക്യുമെന്റിനോട് നമ്മൾ ചെയ്യുന്ന ഒരു നീതിയായിരിക്കും. അപ്പൊ പ്രിയമുള്ളവരെ, ശരിയാണ്, പോർച്ചുഗീസുകാർ വരുന്ന കാലഘട്ടത്തിൽ ഈ മാർ മാറി, മാർ അദ്ദായി എന്ന് പറയുന്നവരുടെ ആരാധനാക്രമത്തെ അവർക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പൊ ചരിത്രപരമായ കാരണങ്ങളാൽ, രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ, അന്നത്തെ അറിവ് കുറവുണ്ട്. എല്ലാ അറിവും എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ലല്ലോ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അത് കർത്താവ് തന്നെ കുരിശിൽ കിടന്ന് പറഞ്ഞ പ്രാർത്ഥന അതാണ്, പിതാവേ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യണത്. നേരെ തിരിച്ചു പറയുന്നത് പൈശാചികമാണ്. അവൻ കൽപ്പിച്ചു കൂട്ടിയിട്ടാണ് അത് ചെയ്തത് എന്ന്, അവൻ ബോധപൂർവമാണ് ചെയ്തത് എന്ന് നമ്മൾ ആരെങ്കിലും കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് പൈശാചികമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ പരിശുദ്ധ കത്തോലിക്ക സഭ ഇപ്പോൾ എന്തുകൊണ്ട് ഈ സീറോ മലബാർ സഭയുടെ ഈ ആരാധനാക്രമത്തെ വളരെ വിശുദ്ധിയോടുകൂടി സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെടാനുള്ള കാരണം എന്താണ്? അതറിയണമെങ്കിൽ ഈ ആരാധനാക്രമവും ലത്തീൻ ആരാധനാക്രമവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് മറ്റതിനേക്കാൾ വലുത് അല്ലെങ്കിൽ ചെറുത് എന്നല്ല. ഇതുവരെ റോമിലെ മജിസ്റ്റീരിയത്തിന് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് രണ്ടാരാധനാക്രമവും ഒരുപോലെ നിലനിൽക്കട്ടെ എന്ന് തീരുമാനിക്കാനുള്ള കാരണം. അങ്ങനെ വിവിധ ലിറ്റർജി ആരാധനാക്രമ പാരമ്പര്യങ്ങളിൽ കാണുന്ന ചില സമ്പന്നതകളുണ്ട്. അതെന്താണ്? സീറോ മലബാർ സഭ മുന്നോട്ട് വെച്ചിരിക്കുന്ന മാർ മാറി, മാർ അദ്ദായിയുടെ കുർബാനാക്രമത്തിന്റെ സമ്പന്നത എന്താണ്? വ്യത്യാസം എന്താണ്? ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ലോകത്തിൽ എവിടെ ലത്തീൻ സഭ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ടോ അത് മുഴുവനും ഊട്ടുമുറിയുടെ ഒരു പതിപ്പാണ്. പെസഹായുടെ അന്ന് യേശു സ്ഥാപിച്ച ആ ഊട്ടുമുറി അവിടെ വെച്ചിട്ടാണല്ലോ ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക എന്ന യേശുവിൻ്റെ അവസാനത്തെ അത്താഴത്തിൻ്റെ ഓർമ്മയാണ് ലോകത്തിൽ എവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചാലും അത് ഊട്ടുമുറിയിലാണ് അർപ്പിക്കുന്നത്. അപ്പൊ ഒരു കുടിലിൽ അർപ്പിച്ചാലും കൊട്ടാരത്തിലെ അർപ്പിച്ചാലും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധ കുർബാന ആചരിച്ചാലും എല്ലാം കർത്താവിൻ്റെ ഊട്ടുമുറിയാണ്, കർത്താവിൻ്റെ പെസഹയാണ്. മിസ്റ്റിക്കലി കർത്താവ് അവിടെ പ്രസന്റായി. ആ ഊട്ടുമുറിയുടെ അതേ അവസ്ഥ തന്നെയാണ് കുടിലിലും കൊട്ടാരത്തിലും നടക്കുന്നതെന്നാണ് ലത്തീൻ സഭ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ലത്തീൻ പള്ളിയിൽ ചെന്നാൽ അവിടെ കാണുന്ന അൾത്താര ഊട്ടുമുറിയാണ്. എന്നാൽ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ കാണാം. ആ വിശുദ്ധ കുർബാന നടത്തുന്നത് കർത്താവിൻ്റെ കബറിടത്തിലാണ്.
അതായത് അൾത്താര എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കബറിടമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ ഏറ്റവും അവസാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി, നമ്മുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. ഇനി ഞാൻ ഈ കുർബാന അർപ്പിക്കാൻ വരുമോ ഇല്ലയോ എന്ന് പറയുന്ന പുരോഹിതൻ്റെ വിടവാങ്ങൽ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ കർത്താവിൻ്റെ കബറിടത്തോടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ കബറിടം സെന്റ് തോമസ് പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് വന്നത്? പ്രിയമുള്ളവരെ, യേശു തൻ്റെ ജീവിതകാലത്ത് പല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചുവെങ്കിലും യേശു പീഡകൾ സഹിക്കും, 3-ാം ദിവസം ഉത്ഥാനം ചെയ്യും, അതിനുശേഷം പരിശുദ്ധാത്മാവിനെ അയക്കും എന്നൊക്കെ കൃത്യമായിട്ട് ശിഷ്യന്മാർക്ക് അറിയുമായിരുന്നോ? അവർക്ക് യേശു ഉത്ഥാനം ചെയ്യുമെന്നും പരിശുദ്ധാത്മാവിനെ അയക്കുമെന്നും അവർക്ക് അതിനുള്ള ശക്തി ലഭിക്കുമെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ അവരാരും യേശുവിനെ വിട്ടു പോകില്ലേ? ചില ശിഷ്യന്മാരെ മൗസിലേക്ക് പോയി, വേറെ ചില ശിഷ്യന്മാർ പത്രോസിന്റെ നേതൃത്വത്തിൽ മീൻ പിടിക്കാൻ പോയി. കാരണം അവർക്ക് യേശു എന്താണ് ഉത്ഥാനം ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവണില്ലേ? അപ്പൊ പ്രിയമുള്ളവരെ, അതില് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയുന്നത് യേശു ഉത്ഥാനം ചെയ്തു എന്നുള്ളതാണ്. അതിലെ വിശുദ്ധ പൗലോസ് പറഞ്ഞ, യേശു ഉത്ഥാനം ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. അപ്പോ കബറിടത്തിലേക്ക് നമുക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാം, ശിഷ്യന്മാരെല്ലാവരും കബറിടത്തിലേക്ക് ഓടിച്ചെല്ലാണ്. എന്നിട്ട് ആ കബറിടത്തിലേക്ക് അവർ ഉറ്റുനോക്കുകയാണ്. ആ ഉറ്റുനോക്കുമ്പോൾ അവിടെ അവര് ഒരു കച്ച അവിടെ അഴിഞ്ഞു കിടക്കുന്നതും തൂവാല അവിടെ മടക്കി വെച്ചിരിക്കുന്നതും അവർ കാണുകയാണ്. എന്നിട്ട് അവരോട് ഈ യേശു തന്നെ മഗ്ദലന മറിയത്തോട് പറയാണ്, നീ നിന്റെ സഹോദരന്മാരോട് അപ്പസ്തോലന്മാരോട് പോയിട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുക. അപ്പോഴാണ് അവർ ഓടി വരുന്നത്. അതുകൊണ്ടാണ് സഭ മഗ്ദലന മറിയത്തെ അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്ന് വിളിക്കുന്നത്. കാരണം എന്തിനാണ് സഭ മുഴുവൻ ലോകത്തോട് സാക്ഷിയാകേണ്ടത്? യേശു ജനിച്ചു, ജീവിച്ചു, മരിച്ചു എന്നതിന് മാത്രമല്ല, ഏറ്റവും അന്തിമമായി മറ്റുള്ളവരിൽ നിന്ന് യേശുവിനെ വ്യത്യസ്തനാക്കുന്നത് യേശുവിൻ്റെ ഉത്ഥാനാണ്. നേരത്തെ പറഞ്ഞ പോലെ ബാക്കി എല്ലാ പ്രവാചകന്മാരും മരിച്ചു, ഇവൻ മാത്രം ഉത്ഥാനം ചെയ്തു. അപ്പോൾ ആ ഉത്ഥാനത്തിന് സാക്ഷികളാവുക, അതാണ് ഈ തോമസ് ലീഹയുടെ ഏറ്റവും വലിയ പ്രത്യേകത. തോമസ് ലീഹ പറഞ്ഞു, ഞാൻ എൻ്റെ കർത്താവിനെ കാണുകയും മുറിവുകളിൽ കൈകൾ വെക്കുകയും ചെയ്യാതെ, ആ മുറിവ് കാണാതെ യേശുവാണെന്ന് ഉത്തിതനാണെന്ന് ഞാൻ അംഗീകരിക്കില്ല. അപ്പൊ പ്രിയമുള്ളവരെ, എൻ്റെ സുഹൃത്തായ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാഷെ ഈ തോമസ് ലീഹയ്ക്ക് യേശുവിനെ കാണാൻ പറ്റാതിരുന്നത്? യേശു കൂട്ടായ്മയിൽ മാത്രമേ വരൂ. തോമസ് ലീഹ യേശു വരുമ്പോ എപ്പോഴും 2 അതിലധികമോ ആള് വേണം. തോമസ് ലീഹ എപ്പോഴും കൂട്ടത്തിന് പുറത്താണ്. അപ്പൊ ആ കൂട്ടത്തിന് പുറത്തുള്ള ഒരാൾക്ക് ഈ ഉത്തിതനായ യേശുവിനെ കണ്ടുമുട്ടാൻ കഴിയില്ല. അതുകൊണ്ടാണ് സഭാ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കാൻ സഭാപിതാക്കന്മാർ നിരന്തരം ആഹ്വാനം ചെയ്യുന്നത്. കൂട്ടായ്മയില്ലാതെ യേശുവിനെ കാണാൻ പറ്റില്ല. ആ കൂട്ടായ്മയെ വളർത്തുന്നത് യേശുവാണ്. അത് എഴുതാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ എക്ലേസിയ ദി എവുക്കരിസ്ത്യ എന്ന പുസ്തകം പോലും എഴുതിയത്. അപ്പൊ പ്രിയമുള്ളവരെ, ആ തോമസ് ലീഹ യേശുവിനെ കർത്താവും നാഥനുമായിട്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പ്രഖ്യാപിക്കുന്നത് ആ ഉത്ഥാന സംഭവം അവൻ കണ്ട് അനുഭവിക്കുമ്പോഴാണ്. അതുകൊണ്ട് തോമസ് ലീഹയ്ക്കും തോമസ് ലീഹയുടെ പിൻഗാമികൾക്കും ഈ പൗരസ്ത്യ ദേശത്തുള്ളവരെ പൊതുവെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഉത്ഥാന വെളിച്ചത്തിൽ ജീവിക്കുന്നവർ. അപ്പൊ ഉത്തിതനായ ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലത്തീൻ സഭ ചോദിക്കും, ക്രൂശിതനായ ക്രിസ്തുവോ? അപ്പൊ അവര് തെറ്റും നമ്മൾ ശരിയാണോ? അല്ല. പരിശുദ്ധ കത്തോലിക്ക സഭ പറയുന്നത്, ലത്തീൻ സഭ പറയുന്നതിൽ ശരിയുണ്ട്, നിങ്ങൾ പറയുന്നത് ശരിയുണ്ട്, രണ്ടും ഒരുമിച്ച് നിലനിൽക്കട്ടെ. അങ്ങനെയാണ് സീറോ മലബാർ സഭയോട് ഈ ലിറ്റർജിക്കൽ പാരമ്പര്യം തുടർന്നു വരാൻ പറയുന്നത്. അപ്പൊ സീറോ മലബാർ സഭയുടെ വിശ്വാസികൾ പള്ളിയിൽ പോയിട്ട് ആ കബറിടത്തിലേക്ക് ഉറ്റുനോക്കിയ ശിഷ്യന്മാരുടെ കൂടെ നിന്നുകൊണ്ട് ആ കബറിടത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? വിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കണത്. അവിടെ ഉട്ടുമുറിയിലാണ്. മാത്രല്ല, ഈ കബറിടത്തിലേക്ക് നോക്കി നമ്മൾ പിന്നാക്കം പോവാണ്.
അവർ ഊട്ടുമുറിയിൽ ഇരുന്നിട്ട് മുന്നാക്കം പോവാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് സീറോ മലബാർ സഭ രണ്ടാമത്തെ ഈ പൗരസ്ത്യ ദേശത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ലാറ്റിൻ ക്രമം അനുസരിച്ച് ബിഷപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ, നമുക്കറിയാം പഴയ കാലത്ത് അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നൽകപ്പെടുക. എന്നാൽ ഓറിയന്റൽ പാരമ്പര്യം അനുസരിച്ച് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക. അത് നിങ്ങളെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ കാണാം. അതായത് കൂദാശാവചനം കഴിഞ്ഞ് മറ്റു പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അനുരഞ്ജന പ്രാർത്ഥന നടത്തും. ആ അനുരഞ്ജന പ്രാർത്ഥനയുടെ അവസാനം ശുശ്രൂഷി പറയുന്ന ഒരു വചനമുണ്ട്. എന്താണ്? വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൽ നമുക്ക് പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. ഇത് പ്രാർത്ഥിക്കുന്നതിന് മുൻപാണ് നമ്മുടെ റൂഹാക്ഷണ പ്രാർത്ഥന. വൈദികൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ വിശുദ്ധ കുർബാനയിൽ അപ്പത്തെയും വീഞ്ഞിനെയും പവിത്രീകരിക്കണമേ. അപ്പോൾ വൈദികൻ പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവം, ആ വൈദികൻ അല്ല പ്രാർത്ഥിക്കണേ, വൈദികന്റെ ശിരസ് ക്രിസ്തുവാണ് പ്രാർത്ഥിക്കണേ. അപ്പോൾ ക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വിശുദ്ധ കുർബാനയിൽ വരികയും ആ പരിശുദ്ധാത്മാവിനെ ശുശ്രൂഷി പറയാണ് വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് ഓറിയന്റൽ സഭാപിതാക്കന്മാരുടെ ഈ ദർശനമാണിത്. വിശുദ്ധ അഫ്രേമിന്റെ രചനകളിൽ, സിപ്രിയാന്റെ രചനകളിൽ നിങ്ങൾക്കിത് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കൃത്യ റെഫറൻസ് എവിടെ നിന്ന് കിട്ടുക? ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അതോടൊപ്പം പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു എന്നത് ഞാൻ പഠിപ്പിക്കുന്ന പഠനമല്ല. ഇത് വിശുദ്ധ സിപ്രിയാനും അഫ്രൈമും പഠിപ്പിച്ച പഠനമാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട. എക്ലേസിയ എരുക്കരിസ്തിയ എന്ന ചാക്രിക ലേഖനത്തിന്റെ 17-ാം നമ്പർ വായിച്ചു നോക്കിയാൽ ഇത് കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ വ്യത്യാസം ഞാൻ പറഞ്ഞു, കബറിടത്തിൽ നോക്കിയിട്ട് നമ്മൾ പിന്നാക്കം പോവാണ്. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആരാണ് ഈ ഓർമ്മ നമുക്ക് പകർന്നു തരിക? അധ്യാപകർ പഠിപ്പിച്ചിട്ടാണോ നമുക്ക് ഓർമ്മ കിട്ടുക? അല്ല, അത് പരിശുദ്ധാത്മാവാണ് നമ്മളെ ഓർമ്മപ്പെടുത്തി തരിക. അപ്പൊ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ലോകാരംഭം മുതൽ ഇന്നുവരെ ദൈവം നടത്തിയിട്ടുള്ള രക്ഷാകര ഇടപെടലുകളെ കുറിച്ചുള്ള ഓർമ്മയാചരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സീറോ മലബാർ സഭയുടെ കുർബാനയിൽ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് കബറിടത്തിൽ വെച്ചിട്ടാണ് ചെയ്യണത്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനെ വിശുദ്ധ കുർബാനയോടൊപ്പം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സീറോ മലബാർ ലിറ്റർജിയുടെ അകത്ത് കിടക്കുന്ന വലിയൊരു വ്യത്യാസം. ഈ വ്യത്യാസം നിലനിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പ്രവേശക കൂദാശകൾ എടുത്തു നോക്കുക. എന്ന് പറഞ്ഞാൽ മാമുദീസ, വിശുദ്ധ കുർബാന, സ്ഥൈര്യലേപനം. പ്രിയമുള്ളവരെ, നമുക്ക് എപ്പോഴാണ് സ്ഥൈര്യലേപനം നൽകുന്നത്? വൈദികനാണ്. എപ്പോഴാണ്? നമ്മൾ വിശ്വസിക്കുന്നത് മാമുദീസയുടെ സമയത്ത് പരിശുദ്ധാത്മാവിനെ കുട്ടിക്ക് ലഭിക്കുന്നു എന്നാണ്. ആ സമയത്ത് തന്നെ അവന് വിശുദ്ധ കുർബാന നൽകുന്നു. ആ വിശുദ്ധ കുർബാനയിലൂടെ അവന് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. അതിനെ പുരോഹിതൻ സ്ഥിരപ്പെടുത്തുന്നതാണ്. പുരോഹിതന്റെ കൈവെപ്പാവകാശത്തിലൂടെ കൂട്ടായ്മയിലേക്ക് അവനെ സ്വീകരിക്കുന്നു, സഭാ കൂട്ടായ്മയിലേക്ക് അവനെ സ്വീകരിക്കുന്നു. ആ സഭാ കൂട്ടായ്മയാണ് പിന്നീട് നമ്മൾ ആരാധന നടത്തുന്നത്. അപ്പൊ ഇപ്പോ സീറോ മലബാർ സഭയിലെ ആദ്യ കുർബാന സ്വീകരണം എന്നല്ല പറയുന്നത്, ആഘോഷപരമായ കുർബാന സ്വീകരണം എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം ആദ്യ കുർബാന സ്വീകരണം നമ്മൾ മാമുദീസയോടുകൂടി നടന്നു എന്നാണ്. കാരണം എൻ്റെ പള്ളിയിലെ പാരിഷ് ബുള്ളറ്റിനിൽ ഞാൻ എഡിറ്ററാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, മാഷ് എഴുതിയതിൽ തെറ്റുണ്ട്, ആദ്യ കുർബാന സ്വീകരണം എന്നതിന് പകരം ഈ പുസ്തകത്തിൽ വന്നിട്ടുള്ളത് ആഘോഷമായ കുർബാന സ്വീകരണം എന്നാണ്. മാഷക്ക് തെറ്റുപറ്റി. ഞാൻ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിയതല്ല, നിങ്ങൾക്ക് സഭയുടെ ഇപ്പോഴത്തെ സീറോ മലബാർ സഭയുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. അദ്ദേഹം അത് സ്വീകരിച്ചില്ല. കാരണം മനുഷ്യന്റെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഉള്ളിലെ മുൻധാരണകളുണ്ടെങ്കിൽ ആ മുൻധാരണകളെ തിരുത്തുന്ന പ്രമേയങ്ങൾ വന്നാൽ സ്വയം ധാരണയെ തിരുത്തുകയല്ല ചെയ്യുക,
പറയുന്ന ആളെ ചീത്ത പറയുകയാണ് ചെയ്യുക. അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അത് പരിശുദ്ധാത്മാവ് തന്നെ മാറ്റിക്കൊടുക്കും. അപ്പം നമുക്ക് തിരിച്ചു വരാം. മാർ അദ്ദായിയുടെ ആരാധനാക്രമത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ് കബറിടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് ലോകത്തിൻ്റെ ആരംഭം മുതൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് വരെയുള്ള രക്ഷാകര സംഭവങ്ങളെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തി തരുന്നു. ഇതാണ് സീറോ മലബാർ സഭയും ലത്തീൻ സഭയുടെ ആരാധനാക്രമവും തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം. മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കാണാം. അതായത് അൾത്താരയിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് അപ്പവും വീഞ്ഞും വെച്ചതിന് ശേഷം അതിൻ്റെ അരികിൽ ഒരു തൂവാല മടക്കി വയ്ക്കും. ആ തൂവാല മടക്കി വയ്ക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളതിന് സമാന്തരമായിട്ടാണ്. അപ്പൊ അവിടെ ഇരിക്കുന്നത് ഉത്തിതനായ യേശുവിന്റെ ശരീരമാണ്, അല്ലാതെ വിഭജിക്കപ്പെടുന്ന ശരീരമല്ല, യേശു ഉത്ഥാനം ചെയ്തതാണ്. അപ്പൊ ഒന്ന് ഉത്തിതനായ യേശുവിന്റെ ശരീരമാണ് സീറോ മലബാർ സഭയുടെ അൾത്താര കബറിടത്തിൽ ഇരിക്കുന്നത്. കാരണം കബറിടത്തിൽ യേശു ഉത്ഥാനം ചെയ്തു. അടുത്ത വ്യത്യാസം പ്രിയമുള്ളവരെ, ഈ മാർ അദ്ദായി ഈ ലിറ്റർജി രൂപപ്പെടുത്തുമ്പോൾ ഇതിന് ഇത്ര ദൈർഘ്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരിക്കണമെന്നില്ലേ? അപ്പൊ എങ്ങനെയാണ് ഇത്ര ദൈർഘ്യം ഈ വിശുദ്ധ കുർബാനയുടെ ഇടയിൽ വന്നിട്ടുള്ളത്? അതിന്റെ കാരണം ചരിത്രപരമായി സഭ നേരിട്ടിട്ടുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും ഈ ആരാധനയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് സീറോ മലബാർ കുർബാന വെറും ആരാധന മാത്രമല്ല, അത് ഡിഡാക്റ്റിക് ആണ്. ഡിഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ മതപ്രബോധനപരമാണ്. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ മുഴുവൻ അതിൻ്റെ അകത്ത് ക്യാപ്സ്യൂൾ രൂപത്തിൽ വെച്ച് ആവർത്തിച്ച് പറയുകയാണ് അതിലൂടെ. അത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ എനിക്ക് മനസ്സിലാകണ പോലെയല്ല ലോകത്തിലുള്ള മറ്റുള്ളവർക്ക് മനസ്സിലാവുക. ഓരോരുത്തൻ്റെ ജീവിതത്തിലെ ആത്മീയ വളർച്ചയ്ക്കനുസരിച്ച് ഇതിൽ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥം കൂടുതൽ മനസ്സിലാക്കുകയാണ്. അപ്പോൾ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിൽ മുൻപുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന, അത് ഓറിയന്റൽ പാരമ്പര്യങ്ങളിലും മുഴുവനും ചോദ്യങ്ങളുടെ ഉത്തരം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇപ്പം നെസ്റ്റോറിയസിൻ്റെ അനാഫറ നിങ്ങൾ പരിശോധിച്ചാൽ, കാരണം ചില വിശേഷ ദിവസങ്ങളിൽ നമ്മൾ ചെല്ലുന്നത് മാർ അദ്ദായിയുടെ ആരാധനാക്രമത്തിന് കൂടെ ഇതും കൂടി കൂട്ടിച്ചേർക്കും. ആ ആരാധനാക്രമത്തിന് പകരം മാർ നെസ്റ്റോറിയസിൻ്റെ ആരാധനാക്രമം അതിൽ ചേർക്കും. അതിന് മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. മുൻപൊരു എപ്പിസോഡിൽ ഞാനത് പറഞ്ഞിരുന്നു. എന്താണ്? പിതാവിനോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മർത്യമായ ശരീരത്തോടും അമർത്യമായ ആത്മാവോടും കൂടി സ്ത്രീയിൽ നിന്ന് ജാതനായി പരിപൂർണ മനുഷ്യനായി. അപ്പോ പിതാവായ ദൈവത്തിന്റെ സമാനതയിലുള്ള പുത്രൻ തമ്പുരാൻ മനുഷ്യനായി ലോകത്തിൽ അവതരിച്ചിരിക്കുന്നു എന്ന വിശ്വാസ പ്രഖ്യാപനത്തിന് 10,000-കണക്കിന് ചോദ്യങ്ങൾ ആര്യൻ ന്യൂസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ മനിക്കേയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ മനിക്കേയനും ആര്യൻ ന്യൂസിനൊക്കെ കൊടുത്തിട്ടുള്ള മറുപടിയാണ് ഈ പ്രാർത്ഥന. ഇതറിയാത്തവരാണ് നമ്മുടെ പ്രാർത്ഥന മനിക്കേയം പ്രാർത്ഥനയാണെന്നും കളിയാക്കി നടക്കുന്നത്. ഒന്നാമത്തേല് കുരിശ് വരയ്ക്കാൻ പോലും അറിയാത്ത ആളുകളാണ് ഇക്കാര്യത്തില് കണ്ടമാന അഭിപ്രായം പറയണത്. ഞാൻ ഒരിക്കൽ ഒരു സഹോദരൻ ഇതിനെക്കുറിച്ച് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ സഹോദരനെ കുരിശ് വരയ്ക്കാൻ അറിയുമെന്ന് ചോദിച്ചു. അപ്പം എന്നോട് ചോദിച്ചു, കളിയാക്കാണോ എന്ന് ചോദിച്ചു. എന്നാൽ കുരിശ് വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ആളോടും തന്നെ പറഞ്ഞു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ഞാൻ പറഞ്ഞു, അല്ല, എന്താണ് അതിൽ തെറ്റ്? പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. താങ്കൾ എന്തെന്നാ പറഞ്ഞത്? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. അപ്പം പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ, പിതാവ്, പരിശുദ്ധാത്മാവ്, ഈ 3 പേരുടെ പേരിലാണ് നമ്മൾ മുദ്ര വയ്ക്കണേ. ഇതുപോലും അറിയാത്തവരാണ് പലപ്പോഴും ലിറ്റർജിയെ കുറിച്ചും മറ്റതിനെ കുറിച്ചും കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നത്. നമുക്ക് തിരിച്ചു വരാം.
അപ്പൊ ഈ ഡിഡാക്റ്റിക്, അതുപോലെ നിങ്ങൾ നോക്കി, ഇത്രയും ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ള ഒരു ലിറ്റർജി വേറെയില്ല. അതായത് കൂദാശാവചനത്തിന് ശേഷം ഈ രക്ഷ അനുഭവിക്കുന്നവർക്ക് എന്തുണ്ടാകുന്നു? നമ്മുടെ മർത്യമായ ശരീരത്തെ അമർത്യമായി മാറ്റുന്നു, നമ്മുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുന്നു, നമ്മുടെ ശത്രുക്കളെ പരാജിതരാക്കുന്നു, നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. അപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഈ പ്രാർത്ഥനയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശത്രുക്കൾ ആരൊക്കെയാണ്? അപ്പൊ നമ്മുടെ വീടിന്റെ അയൽവാസി അല്ല നമ്മുടെ ശത്രു. ജഡം നമ്മുടെ ശത്രുവാണ്, ലോകം നമ്മുടെ ശത്രുവാണ്, പിശാച് നമ്മുടെ ശത്രുവാണ്, പല വർഗീയവാദികളും നമ്മുടെ ശത്രുക്കളാണ്. ഇവരെ പരാജയപ്പെടുത്താനുള്ള ശക്തിയാണ് ആന്തരികമായിട്ട് നൽകുന്നത് എന്ന് ഈ ജനത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു ചെറിയ ക്യാപ്സ്യൂളാണ് അതിൻ്റെ അകത്തിരിക്കണേ. അതുകൊണ്ടാണ് അത് ഡിഡാക്റ്റിക് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, എവിടെയാണ് കുർബാന ചെല്ലേണ്ടത്? കബറെടുത്തലാണോ, ഊട്ടുമുറിയിലാണോ? അപ്പൊ സഭാപിതാക്കന്മാർക്ക് മൊത്തം ഇതിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയാൻ, തീരുമാനം പറയാൻ പറ്റണില്ല. രണ്ട് ശരിയാണെന്ന് തോന്നുകയാണ്. അപ്പൊ സഭ പറയാണ്, രണ്ട് ഭാഗത്ത് പറയുന്നതിലും ശരികളുണ്ട്. അതുകൊണ്ട് ഒന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചമോ മോശമോ അല്ല, രണ്ടിൻ്റെയും സമ്പന്നത നിലനിർത്തണം. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയേണ്ട വിശുദ്ധ കുർബാനയിലൂടെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു എന്ന് പറയുന്നത് ഒരു സത്യമാണ്. അപ്പോൾ ഇത് വായിച്ചപ്പോഴാണ് പിന്നെ ആരാധനയ്ക്ക് പോയിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇതാണ്: പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശുവിലൂടെ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ. പരിശുദ്ധാത്മാവെ, എന്നെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഛായയിൽ പുനഃസൃഷ്ടിച്ച് പിതാവായ ദൈവത്തിന് ഹിതകരമായത് ചെയ്യുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. അപ്പൊ പ്രിയമുള്ളവരെ, ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ നാം എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അത് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുടെ അവസാനത്തെ ആശീർവാദ പ്രാർത്ഥനയിലുണ്ട്. കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്വർഗപിതാവാം സകലേശൻ വിരവോട് നമ്മിൽ വർഷിപ്പു. അപ്പൊ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് വർഷിക്കുന്ന ഈ മനോഹരമായ ഈ സംഭവത്തെ ഓർത്ത് പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, ഇവിടെ വലുപ്പാണോ ചെറുപ്പാണോ എന്നുള്ളതല്ല, കാഴ്ചപ്പാടിൻ്റെ ഡിഫറൻസാണ്. ആ ഡിഫറൻസ് നിലനിർത്തണമെന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ മർത്തോമ പാരമ്പര്യത്തിൽ വികസിച്ചു വന്ന മാർമാറി മാറദ്ദായിയുടെ ഈ വിശുദ്ധ ആരാധനാക്രമ പാരമ്പര്യങ്ങൾ നമ്മൾ സംരക്ഷിച്ച് സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് മെത്രാൻ സിനഡ് ഈ കാര്യം ചെയ്തത്. ഞാൻ അവർക്ക് എല്ലാവിധ ആശംസകളും, ഈ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന, അതിനെ തുടർച്ചയാകാൻ വേണ്ടി എല്ലാ വേദനകളും സഹിച്ച് മുന്നോട്ട് നീങ്ങുന്ന മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിലിനും മറ്റ് പിതാക്കന്മാർക്കും നന്ദി പറയുന്നു. ഞാൻ മറ്റ് അഭിപ്രായങ്ങൾ അതിൽ പറയാത്തതിൻ്റെ കാരണം, എനിക്ക് അധികാരമില്ലാത്തൊരു മേഖലയിൽ ഞാൻ കൈകടത്തുന്നത് അത് ശരിയായ ക്രമമല്ലാത്തത് കൊണ്ടാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുർബാന ക്രമത്തെ സ്വീകരിക്കുകയും ചിലർ വേദനയോടുകൂടി സ്വീകരിച്ചവരുണ്ട്. ആണെങ്കിൽ പോലും എല്ലാവർക്കും ദുഃഖാന തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.